എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതലും ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം നെഗറ്റീവ് എനർജിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ബാധ അല്ലെങ്കിൽ പ്രേതം, ബ്ലാക്ക് മാജിക്, ഇത്തരം കാര്യങ്ങളോടാണ് നിങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം മനസ്സിലായി. കാരണം അങ്ങനത്തെ വീഡിയോ ഇടുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ടോപ്പിക്കുകളും മാക്സിമം എന്നെക്കൊണ്ട് അറിയണ കാര്യങ്ങൾ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടല്ല, ഞാൻ എല്ലാവരും എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഓരോ വിഷയങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ മഹാകാളി ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഞാനെപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, ഈ നിങ്ങളുടെ കർമാസ് നിങ്ങളുടെ മാത്രമാണ്. ഈ കർമ്മയിലൊന്നും കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കർമ്മ മാറ്റാനൊന്നും ആർക്കും സാധിക്കുകയില്ല. കാരണം അങ്ങനെ മാറ്റാൻ, എടുക്കാൻ, ഷെയർ ചെയ്യാൻ ഒരാളും തയ്യാറാവില്ല. കാരണം നിങ്ങളുടെ കർമ്മ വേറെ ആൾ ഷെയർ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ. പക്ഷേ നിങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതായ നെഗറ്റീവ് എനർജീസിനാണ്, ബ്ലാക്ക് മാജിക്കിനാണ്, അല്ലെങ്കിൽ വേറെ ആളുടെ തോട്ട് ഫോംസിനാണ്, നിങ്ങളുടെ ചില ഉള്ളിലുള്ള ചില പഴയ കുറേ സാധനങ്ങൾ, ഫയലുകൾ, റോമകൾ, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, ഹീലിങ്ങിലൂടെ മാറ്റാൻ പറ്റും. അതാണ് മഹാകാളി ഹീലിംഗ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണം, അതാണ് മഹാകാളി ഹീലിംഗ്. അത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ ഇവിടെ എൻ്റെ അടുത്ത് സെഷൻ ചെയ്തു പോയ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയെല്ലാം ഉള്ള പെൺകുട്ടിയാണ്. പെൺകുട്ടി ഇതുപോലെ തന്നെ ഒരാളായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ അയാൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ വേണ്ടെന്ന് പറയും പോയി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് വേറെ ഇതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയതാണെന്ന് തോന്നണു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർമ്മ. അപ്പോൾ പക്ഷേ ഈ കുട്ടിയുടെ ആത്മാർത്ഥമായൊരു പ്രണയമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രണയം ഭയങ്കരമായിട്ട് എന്നുള്ള കുട്ടിയാണ്. നല്ല പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയാണ് എൻ്റെ അടുത്ത് വന്നത്. ഇങ്ങനെ മോള് ഭയങ്കര ഡിപ്രഷനിലാണ്, അപ്പോൾ സാറൊന്നും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. നമ്മൾ ശരി നോക്കാം, ശ്രമിക്കാം. അങ്ങനെ സെഷൻ ചെയ്ത് കൊടുത്തു. ഒറ്റ സെഷനേ ചെയ്തിട്ടുള്ളൂ, സിംഗിൾ സെഷനാണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ ചെറിയൊരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ചെറിയൊരു ചാർജും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ അമ്മയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഫേസിൽ മുഴുവൻ, ഇവിടെയെല്ലാം ഈ കണ്ണിൻ്റെ ചുറ്റും, ഈ നെറ്റിയിൽ ഇവിടെയെല്ലാം ഫുള്ള് കറുപ്പ് ഇങ്ങനെ ഒരു രാശി, അതായത് ഒരു ഇങ്ങനെ ബ്ലാക്ക് മാർക്ക് പോലെ ഫുള്ള് കറുത്തിരിക്കാന്ന് പറയില്ല. വെളുത്ത ആളിങ്ങനെ ഇവിടെയൊക്കെ മുഴുവൻ ഇങ്ങനെ ഈ കരിതേച്ച എങ്ങനെ ഉണ്ടാവും അതേപോലെ. അതൊക്കെ ചില ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും. കണ്ണിൻ്റെ ചുറ്റും ഇവിടെയെല്ലാം ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കറുപ്പ് രാശി വരുന്നത്. അപ്പോൾ ഈ കറുപ്പ് രാശി വരുന്നത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലിവറിന് എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ ആന്തരികമായ അവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുപോലെ കറുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി നമ്മളിലുണ്ടെങ്കിലും ഇതേപോലെ സംഭവിക്കും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി വന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ അസുഖങ്ങൾ വരിക. അതുകൂടി അതിൻ്റെ ഒരു കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അസുഖങ്ങളിലേക്ക് പോവാം ഭാവിയിൽ. അതുകൊണ്ട് ഒരു കാര്യം, അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പാടുകളും മാഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതിൻ്റെ ഓഡിയോ മെസ്സേജ് എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. അതിങ്ങനെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞോട്ടേന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ചോദിച്ചില്ല. പക്ഷേ അല്ലെങ്കിൽ അത് ഓഡിയോ ക്ലിപ്പ് അവരുടെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ചോദിച്ചാൽ ചിലപ്പോൾ അത് സംഭവിക്കുമായിരിക്കും. എന്നാലും ഞാനത് ചോദിക്കുന്നില്ല. കാരണം ആളുകളുടെ പ്രൈവസി വെറുതെ നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് റിവീൽ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ഫേസൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് പറയണത്. ഇപ്പോൾ കംപ്ലീറ്റ് കറുത്ത പാടുകൾ പോയി. അപ്പോൾ എന്നോട് ഭയങ്കരമായിട്ടുള്ള നന്ദിയൊക്കെ രേഖപ്പെടുത്തി. എപ്പോഴെങ്കിലും സാറിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ ഒരു, അപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തത് 3 മാസത്തിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മഹാകാളിയിൽ ചെയ്തു പോയാൽ നമ്മൾ സാധാരണ 21 days to 41 days ആണ് പറയുക. മാറ്റത്തിലേക്കുള്ള ഒരു സമയമാണ് പറയണം. കാരണം ഒരു സാധനം നമ്മൾ ബോഡിയിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബോഡി ഹീലാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മളൊരു മുറിവ് പറ്റി, അത് ഇപ്പം മരുന്നെല്ലാം വെച്ച് കെട്ടി, പക്ഷെ അത് ഉണങ്ങി അത് പൂർണ്ണമായിട്ട് ക്യൂർ വരണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസം എടുക്കൂലേ. അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ആ ഷുഗറിൻ്റെ ലെവലിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ എന്നാ പറഞ്ഞ പോലെയാണ് നമ്മൾ ഹീലിംഗിൽ സംഭവിക്കുന്നത്. നമ്മൾ ആ എനർജിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ഒരു നല്ലൊരു സമയം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് ആ ഹീലിംഗ് പൂർണ്ണമായിട്ട് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരക്കൊന്നും പിടിക്കരുത്. ഒരു ഹീലിംഗ് ചെയ്തു പോയ ആളുകൾ വളരെ കാമായിട്ടിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ ചിലപ്പോൾ 6 മാസം വരെ പിടിച്ചേക്കാം മാറ്റങ്ങൾ വരാനായിട്ട്. കാരണം ലൈഫിൻ്റെ ഓരോരോ പ്ലാനുകൾ മാറുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അടങ്ങിയിടുന്ന വാതിലുകൾ ചിലപ്പോൾ തുറന്നു വരും.
ഇപ്പം ജോലിയില്ലാത്ത ഒരാൾ, ഇപ്പം ജോലി കിട്ടാത്ത ഒരു കേസ് പണ്ട്, അത് 1 വർഷം മുന്നേ ഞാൻ ചെയ്തതാണ്. അതും വെളിയിലുള്ളൊരു പെൺകുട്ടിയാണ്. ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നൊരു കേസാണ്. അതെനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. വിദേശ രാജ്യത്താണ്. അപ്പോൾ അതിന് ജോലി നഷ്ടപ്പെട്ടിട്ട് 2 വർഷമായി. അപ്പോൾ ജോലി കിട്ടുന്നില്ല, മൊത്തം ശാരീരികമായ അസ്വസ്ഥതകൾ, ഫേസ് എല്ലാം ഇങ്ങനെ നീരുവന്ന പോലെയൊക്കെ ആയി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് മാജിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വേറെ ആൾ സജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കേസ് നമ്മളെടുത്തു. ആ ബ്ലാക്ക് എനർജീനെ മുഴുവനും റിലീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഈ ഫിലിപ്പൈൻസിനുള്ള 2 സ്ത്രീകൾ അതിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് കൊടുത്തത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അവർ എന്നോട് വഴക്കായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ജോലി നഷ്ടപ്പെട്ടത്. അത് നല്ല സാലറി ഉണ്ടായിരുന്ന ജോലിയാണേ. ഇത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടിക്ക് ജോലി കിട്ടാൻ ഒരു പ്രയാസമില്ല വിദേശ രാജ്യങ്ങളിൽ. 2 കൊല്ലം വെറുതെ ഇരിക്കണ്ടാവും, ജോലിക്ക് ആരും വിളിക്കണില്ല. അത് തന്നെ. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് സെഷൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും എനിക്കൊരു ദക്ഷിണയോടെ എൻ്റെ അക്കൗണ്ടിൽ വന്ന് വീണപ്പോഴാണ് ഞാൻ ഇങ്ങനെ എവിടെ നിന്നാണ് പൈസ എന്നറിയാണ്ട് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, സാറേ ഞാൻ അയച്ചതാണ്, സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ അയച്ചതാണെന്ന് ആ കുട്ടി ഇങ്ങനെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ കുട്ടിയുടെ മെസ്സേജ് വന്നു, സാറിന് ഞാൻ മറന്നിട്ടില്ല, എനിക്ക് ആ ജോലി കിട്ടി. അത് കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നല്ല സാലറിയുള്ള ജോലിയിലോട്ട് ഞാൻ പ്രവേശിച്ചു. എല്ലാ സാറിൻ്റെ ആ ഒരു ക്രിയയിലൂടെ വന്ന അനുഗ്രഹങ്ങളാണ്, ദൈവയുടെ അതിൽ നിന്ന് കിട്ടിക്കുന്ന അനുഗ്രഹങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അത് മാത്രമല്ല, അതുണ്ടായ ഏറ്റവും വലിയ എന്നെ ആകർഷിച്ചൊരു കാര്യം എന്നറിയും, ഈ കുട്ടി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു ഫോട്ടോ അയക്കും, എല്ലാവരും ഞാൻ ഫോട്ടോ മേടിക്കും. ഹീൽ ചെയ്യാൻ വരുമ്പോൾ തന്നെ ഫോട്ടോ മേടിച്ചിട്ട് നമ്മളത് റീഡ് ചെയ്യും. എന്നിട്ട് ഡൗസിങ് റാഡ് ഉണ്ട്, ഡൗസിങ് റാഡ് വെച്ച് ഞാൻ എനർജി ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഡൗസിങ് റാഡ് നമുക്ക് അറിയാമല്ലോ, ഡൗസിങ് റാഡ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ഇപ്പുറത്തേക്ക് വന്നാൽ പോസിറ്റീവാണ്, ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ന്യൂട്രലാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഫുൾ നെഗറ്റീവായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ റോഡ് വെച്ച് നോക്കിയപ്പോൾ നല്ല പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഫേസ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ എനർജി കയറി വരും. അപ്പോൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഈ കുട്ടിയുടെ ഫേസ് മൊത്തം മാറി, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയും ഭംഗിയായി കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, കുട്ടീനെ കണ്ടിട്ട് മനസ്സിലായില്ല, ആ ഒരു പഴയ ആളേ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയുന്നത്, സാറേ ശരിയാണ് സാറേ, എല്ലാവരോട് പറയുന്നുണ്ട്, എൻ്റെ ഫേസിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ വന്നു, ഫേസിലുണ്ടായിരുന്ന ഒരു ഭയങ്കര ഗ്ലോ വന്നു. അത് ഓൾമോസ്റ്റ് നമ്മളത് വരുന്ന ഒരു 90% ആൾക്കാരും പറയാറുണ്ട്, നമ്മുടെ ഹീലിംഗ് കഴിഞ്ഞ് പോയി ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും അവരുടെ ഫേസ് എല്ലാം ഭയങ്കര ഗ്ലോ ആയി വരുന്നു എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ഭംഗി കൂടുന്നു, ഇവിടെ എല്ലാം തിളങ്ങുന്നു, ഈ 2 ഭാഗങ്ങളിങ്ങനെ ഗ്ലോ ചെയ്യും ശരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ആ കുട്ടറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായിട്ട് അവിടെ കുട്ടി ജീവിക്കുന്നുണ്ട്, നല്ല ജോലിയിൽ പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ആ ഒരു അതിനകത്ത് വന്നൊരു അനുഭവം കൂടിയാണത്. അപ്പോൾ ഇതെല്ലാം മഹാകാളി ഇല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ഒരു അനുഭവം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.